സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം റാപ്ചർ കഴിഞ്ഞാൽ ഉടൻ ഈ ലോകത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് നമ്മെ ചേർക്കുന്ന നമ്മുടെ പ്രത്യാശയായ റാപ്ചറിന് വേണ്ടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. കാലസംഭവങ്ങൾ സകലതും നമുക്ക് തെളിവായി പറയുന്നത് കർത്താവിൻ്റെ വരവ് ഉടനെ സംഭവിക്കും എന്നുള്ളതാണ്. ആ റാപ്ചർ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ നാം എടുക്കപ്പെട്ടാൽ അതിനുശേഷം ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്ന് പറഞ്ഞാൽ മലയാളം നമുക്ക് കൂട്ടി വായിക്കണമെങ്കിൽ ആദ്യം നമ്മൾ മലയാളം അക്ഷരം പഠിച്ചിരിക്കണം. അപ്പോൾ തന്നെ നമുക്കൊരു കണക്ക് കൂട്ടണമെങ്കിൽ, ഒരു കണക്ക് ഗുണിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗുണനപ്പട്ടിക നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അടിസ്ഥാനം പണിതാൽ മാത്രമാണ് നമുക്ക് മുകളിലേക്ക് കാര്യങ്ങൾ കെട്ടിപ്പടുത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ തന്നെ ഇംഗ്ലീഷ് വായിക്കണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? അതിൻ്റെ ഇംഗ്ലീഷ് അക്ഷരമാല ABCD നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ആ ഒരു തിരിച്ചറിവോട് കൂടി മാത്രമാണ് നമുക്ക് ബൈബിളും പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇടയിൽ കയറി ഒന്നും പഠിക്കുവാൻ ആഗ്രഹിച്ചാൽ അത് സാധ്യമല്ല. അതുകൊണ്ട് വളരെ പ്രോപ്പറായിട്ട് തന്നെ ഇത് നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, റാപ്ചർ എന്ന് പറയുന്നൊരു സംഭവം അത് അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക പദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 4 സുവിശേഷങ്ങളിലോ അല്ലെങ്കിൽ പഴയ നിയമത്തിലോ തപ്പിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയാത്ത ഒന്നാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും അതിൻ്റെ പ്രത്യാശയായ കർത്താവിൻ്റെ മധ്യാകാശവരവും റാപ്ചറും അല്ലെങ്കിൽ ഉൽപ്രാപണവും. അപ്പോൾ 39 പുസ്തകത്തിൽ, പഴയ നിയമത്തിലുള്ള 39 പുസ്തകത്തിലോ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന 4 സുവിശേഷങ്ങളിലോ നമ്മൾ റാപ്ചർ അന്വേഷിച്ചാൽ കാണുകയില്ല. അവിടെയെല്ലാം കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത അന്വേഷിച്ചാൽ മാത്രമാണ് കാണാൻ സാധിക്കുക. അപ്പോൾ പിന്നെ ഇവിടെ റാപ്ചർ എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതൊരു മിസ്റ്ററി ഗോസ്പൽ ആയിരുന്നു എന്ന് പറയുന്നത്? നമുക്കറിയാം, യഹൂദൻ്റെ ദൈവരാജ്യ പദ്ധതിയുടെ കാര്യങ്ങൾ മുന്നോട്ട് ദൈവം നീക്കിയപ്പോൾ അതിൻ്റെ രാജ്യസുവിശേഷത്തെ തിരസ്കരിച്ച് കളഞ്ഞതുകൊണ്ട്, ദൈവരാജ്യ സംബന്ധമായ ഈ സുവിശേഷം തിരസ്കരിച്ച് കളഞ്ഞതുകൊണ്ട് അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു മാർമിക സത്യം അപ്പോസ്തലനായ പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലനാക്കി നിയമിച്ചുകൊണ്ട് ദൈവം ഒരു പുതിയൊരു റെവലേഷൻ കൊടുക്കാനിടയായിത്തീർന്നു. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള റെവലേഷനുകളെ പഠിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. 39 പഴയ നിയമ പുസ്തകങ്ങളെയും 4 സുവിശേഷങ്ങളെയും പരിശോധിച്ചാൽ കാണാൻ കഴിയാത്ത ചില കാര്യങ്ങൾ പൗലോസിൻ്റെ ലേഖനത്തിൽ മിസ്റ്ററി ഗോസ്പലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ബൈബിളിലെ 66 പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ ബൈബിളിലെ 65 പുസ്തകങ്ങളിലും കാണാൻ കഴിയാതിരിക്കുന്ന ചില സംഭവങ്ങൾ 66ാമത്തെ പുസ്തകമായ വെളിപ്പാടിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ തന്നെ പൗലോസിന് വെളിപ്പെട്ട ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം: ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് മറയ്ക്കപ്പെട്ട ഒരു സുവിശേഷമായിരുന്നു. പൂർവ്വകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ പൗലോസിന് മുൻപുള്ള പൂർവ്വകാലങ്ങളിൽ ആ പ്രവാചകന്മാർക്കും മറ്റാർക്കും തന്നെ അത് വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഇതൊരു പ്രത്യേക സുവിശേഷമാണ്, മിസ്റ്ററി ഗോസ്പലാണ് എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. എഫെസ്യ ലേഖനം 3:9 നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും: സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? അനാദികാലം മുതലേ മറഞ്ഞിരുന്നൊരു സംഭവമാണ് ഇവിടെ പറയുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദി എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അനാദി എന്ന് പറയുമ്പോൾ ആദിക്ക് മുൻപുള്ള ഒരു സമയത്ത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നൊരു പദ്ധതിയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് അഥവാ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. അപ്പോൾ ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ സുവിശേഷത്തിനകത്ത് ഒരു മറയ്ക്കപ്പെട്ട ഒരു സത്യമാണ് പൗലോസിലൂടെ ദൈവം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അതായത് പ്രോഗ്രസീവായി ദൈവം വെളിപ്പെടുത്തുന്ന കൂട്ടത്തിൽ 39 ഗ്രന്ഥത്തിലും 4 സുവിശേഷങ്ങളിലും കാണാത്ത ഒരു സുവിശേഷം പൗലോസിൻ്റെ 13 ലേഖനങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. അതിനെയാണ് മിസ്റ്ററി ഗോസ്പൽ എന്ന് പറയുന്നത്. തന്നെയുമല്ല, കൊലോസ്യ ലേഖനം 1:25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു. കണ്ടോ, നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു ഉദ്യോഗം, ജാതികൾക്ക് വേണ്ടി അപ്പോസ്തലനായി നിയമിച്ചുകൊണ്ട് ഒരു ഉദ്യോഗം, ഒരു ജോലി ഈ പൗലോസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ജോലി പ്രകാരം എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. കണ്ടോ, അപ്പോൾ ഒരു പ്രത്യേക ഉദ്യോഗം പൗലോസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഉദ്യോഗം എന്താണ്?
അനാദികാലം മുതലേ മറച്ചു വെച്ചൊരു മാർമിക സത്യം. ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ഇതൊന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. അതിനുവേണ്ടി അപ്പോസ്തലനാക്കി ദൈവം വെച്ചിരിക്കുകയാണ്. അത് പൂർവ്വകാലങ്ങൾക്ക് മറവായിരുന്നു എന്നാണ് പറയുന്നത്. തന്നെയുമല്ല, കൊലോസ്യ ലേഖനം 1:23 വാക്യം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസായ ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി. അപ്പോൾ കൃപയുടെ സുവിശേഷം ലോകത്തിൽ സകലർക്കും, ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടികളോടും അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്, പഴയ നിയമത്തിലോ 4 സുവിശേഷങ്ങളിലോ കാണാതിരിക്കുകയും അപ്പോൾ തന്നെ അനാദികാലം മുതലേ മറച്ചു വെച്ച ഒരു മാർമിക സത്യം, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മാത്രം ഇരുന്ന മറ്റാർക്കും വെളിപ്പെടുത്തി കൊടുക്കാതിരുന്നൊരു സത്യം, അത് പൗലോസ് അപ്പോസ്തലന് വെളിപ്പെട്ട് കിട്ടിയെന്നും ആ സുവിശേഷ പ്രകാരം കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അവിടെ പ്രവൃത്തികൾ കാരണമല്ല, അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ രക്ഷ ലഭിക്കുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെട്ട് കടന്നു വരുന്ന ജാതിയെന്നോ യഹൂദനെന്നോ വ്യത്യാസം കൂടാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസം കൂടാതെ വിശ്വസിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൻ്റെ ശരീരമാക്കി സഭയാക്കി തീർത്ത് കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ നമ്മെ എടുത്തുകൊണ്ടുപോകുന്ന റാപ്ചർ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടി ഈ സഭ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്നു. അവിടെയാണ് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ മാത്രമാണ് ഈ റാപ്ചറും ബോഡി ഓഫ് ക്രൈസ്റ്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവം പ്രോഗ്രസീവായിട്ടാണ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമുക്കറിയാം, 4 സുവിശേഷങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്താത്ത ഒരു സത്യമാണ് കർത്താവ് മരിച്ചെടുക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പൗലോസ് എന്ന് പറയുന്ന മനുഷ്യനെ തിരഞ്ഞെടുത്തുകൊണ്ട് മിസ്റ്ററി ഗോസ്പൽ വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പോൾ പൗലോസിലൂടെയും ദൈവം കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നു. അപ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ വെളിപ്പെടുത്താത്തതും, അപ്പോൾ തന്നെ മിസ്റ്ററി ഗോസ്പലിൽ പൗലോസ് അപ്പോസ്തലൻ ബോഡി ഓഫ് ക്രൈസ്റ്റ് വെളിപ്പെടുത്തിയപ്പോൾ തന്നെ ബാക്കിയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് മറവായിരുന്നു, മറച്ചു വെച്ചിരുന്നു. എന്നാൽ പ്രോഗ്രസീവായിട്ടുള്ള റെവലേഷൻ നോക്കുമ്പോൾ പിന്നീട് കർത്താവായ യേശുക്രിസ്തുവിനാൽ ഒരു വെളിപ്പാടിനാൽ തന്നെ യോഹന്നാന് പരിപൂർണമായ സത്യത്തിലേക്കും അല്ലെങ്കിൽ നിത്യത വരെയുള്ള കാര്യങ്ങളിലേക്കും പ്രോഗ്രസീവായിട്ട് ക്രമമായിട്ട് കർത്താവ് വെളിപ്പാട് കൊടുക്കുകയും പുതിയ ചില കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ കർത്താവായ യേശുക്രിസ്തു അല്പകാര്യങ്ങൾ വെളിപ്പെടുത്തി, അതിനുശേഷം പൗലോസിലൂടെ വെളിപ്പെടുത്തി, അതിനുശേഷം കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം തൻ്റെ ദൂതനിലൂടെയൊക്കെയും യോഹന്നാനെ ഈ വെളിപ്പാട് കാണിച്ചു കൊടുക്കുകയാണ്. നമുക്കൊരു വാക്യം അതിനാധാരമായിട്ടൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് കൊടുത്തു. യേശുക്രിസ്തു അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായി യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഈ വെളിപ്പാട് പുസ്തകം എങ്ങനെയാണ് ഹാൻഡ് ഓവർ ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇത് പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന് കൊടുക്കുകയാണ്. പുത്രനായ ക്രിസ്തു അത് ഒരു ദൂതന് കൊടുക്കുകയാണ്. ആ ദൂതൻ അത് യോഹന്നാന് കൊടുക്കുകയാണ് എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ വെളിപ്പാടാണ്. പഴയ നിയമത്തിൽ പരിശോധിച്ചാൽ 65 പുസ്തകത്തിലും പരിശോധിച്ചാൽ കാണാത്ത ചില കാര്യങ്ങൾ 66-ാമത്തെ പുസ്തകമായ വെളിപ്പാടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 പോയിന്റ് മാത്രം മറ്റ് 65 പുസ്തകത്തിലും കാണാത്ത കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം എന്ന 66-ാമത്തെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ 10 പോയിന്റുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതായത് കൃപയുടെ സുവിശേഷത്തിൻ്റെ യാത്രയും ജയവും അതിൻ്റെ റാപ്ചർ അടക്കമുള്ള കാര്യങ്ങളൊക്കെയും വെളിപ്പാട് പുസ്തകം 6ഉം 7ഉം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ റാപ്ചറിന് ശേഷം മഹാപുരുഷമായി സ്വർഗത്തിൽ നിൽക്കുന്ന നമ്മെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് 7-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പോൾ തന്നെ 144,000 പേരുടെ ശുശ്രൂഷ, അവരെ മുദ്രയിട്ട് വേർതിരിക്കുന്ന ഇസ്രായേലിലെ 144,000 പേരെക്കുറിച്ച് നമുക്ക് വെളിപ്പാടിൽ കാണാൻ കഴിയുന്നുണ്ട്. തന്നെയുമല്ല 1/3 ജനങ്ങൾ മരിക്കുന്ന ഒരു 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ഏകദേശം അത് 13 മാസം നീണ്ടു നിൽക്കുന്നൊരു യുദ്ധമായിരിക്കും എന്നുള്ളതും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തന്നെയുമല്ല 3.5 വർഷം 2 സാക്ഷികളുടെ പ്രവചനവും അവരുടെ ആ പ്രവചന നിവൃത്തിക്ക് ശേഷം അവരെ കൊല്ലുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വീണ്ടും 144,000 പേരുടെ ശുശ്രൂഷ തികച്ച് അവരെ ദൈവം വീണ്ടും എടുത്തുകൊള്ളപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ 666 എന്നുള്ള മുദ്ര 13-ന്റെ 18-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
അപ്പോൾ തന്നെ മഹദിയാം ബാബിലോൺ എന്നാൽ മഹദിയാം ബാബിലോണിനെ നശിപ്പിക്കുന്നത് 17ഉം 18ഉം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ 16ന്റെ 16ഉം 19ാം അധ്യായത്തിൻ്റെ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഹർമഗദോൻ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ 1000 ആണ്ട് വാഴ്ച വെളിപ്പാട് പുസ്തകം 20ാം അധ്യായത്തിൻ്റെ 4ാം വാക്യവും 20ന്റെ 6ാം വാക്യവും ചേർത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറയുന്ന 10 വിഷയങ്ങളും ഇതെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം കാണുന്ന ചില സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ റാപ്ചറും തുടർന്ന് നമ്മൾ സ്വർഗത്തിൽ നിൽക്കുന്നതും, നമ്മുടെ റാപ്ചറിന് ശേഷം 144,000 പേരെ മുദ്രയിടുന്നതും, അതിനുശേഷം ഈ ലോകത്ത് ഒരു ലോകമഹായുദ്ധം നടക്കുന്നതും അതിൽ 1/3 ജനങ്ങൾ മരിക്കുന്നതും ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ 144,000 പേരെ അവരുടെ ശുശ്രൂഷ തികച്ചു കഴിയുമ്പോൾ അവർക്കും വീണ്ടും ഒരു ചെറിയൊരു റാപ്ചർ ദൈവം അവിടെ കൊടുക്കുന്നു. ദൈവസന്നിധിയിലേക്ക് അവരെ മാറ്റപ്പെടുന്നു. അതായത് വെളിപ്പാട് 12ന്റെ 5, 14ന്റെ 1 എന്നീ വാക്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് 666 മുദ്ര, മഹദിയാം ബാബിലോണിൻ്റെ ന്യായവിധി, അപ്പോൾ തന്നെ ഹർമഗദോൻ യുദ്ധം, 1000 ആണ്ട് വാഴ്ച എന്നിത്യാദി കാര്യങ്ങൾ പഴയ നിയമത്തിൽ പരിശോധിച്ചാൽ അല്ലെങ്കിൽ 65 പുസ്തകത്തിൽ പരിശോധിച്ചാൽ കാണാത്ത ചില കാര്യങ്ങളാണ് 66ാമത്തെ പുസ്തകമായ വെളിപ്പാടിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രോഗ്രസീവായിട്ട് ആ നിത്യത വരെയുള്ള കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തി. അപ്പോൾ തന്നെ പൗലോസിലൂടെ ഒരു മിസ്റ്ററി ഗോസ്പൽ വെളിപ്പെടുത്തി. തുടർന്നിതാ തൻ്റെ ദാസനായ യോഹന്നാന് ദൈവം ക്രിസ്തുവിലൂടെയും ദൂതനിലൂടെയും യോഹന്നാനിലൂടെ ആ വെളിപ്പാട് എഴുതി ഇന്ന് നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് വായിക്കുകയും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യമുള്ളവരാണ് എന്നുള്ളതും ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ചുരുക്കത്തിൽ റാപ്ചറിന് ശേഷം ഈ ഭൂമിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ, റാപ്ചർ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു മഹാപീഡാകാലം ആരംഭിക്കുന്നു എന്നുള്ളതാണ് പല വിശ്വാസികളും അല്ലെങ്കിൽ ക്രിസ്തീയഗോളം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് റാപ്ചർ ആയാൽ നാളെ തുടങ്ങി യഹൂദൻ്റെ 7 വർഷത്തെ പീഡ ആരംഭിക്കുന്നു എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ അതങ്ങനെയല്ല കാര്യങ്ങൾ. റാപ്ചറിന് ശേഷം ഒരു പ്രൊഫറ്റിക്കൽ ഗ്യാപ്പ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് റാപ്ചർ സംഭവിച്ചാൽ ഏതാനും ചില കാര്യങ്ങൾ കൂടി ദൈവം ഈ ഭൂമിയോടുള്ള ബന്ധത്തിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് യഹൂദന് വെച്ചിരിക്കുന്ന 7 വർഷത്തെ മഹാപീഡയുടെ ആരംഭം കുറിക്കുന്നതും 7 വർഷത്തെ പീഡ ആരംഭിക്കുന്നതും. എന്ന് പറഞ്ഞാൽ 7 വർഷത്തെ മഹാപീഡ യഹൂദന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. അത് റാപ്ചർ കഴിഞ്ഞാൽ പിറ്റേ ദിവസമല്ല. കാരണം എതിർക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നതിന് മുൻപേ, 2 സാക്ഷികൾ രംഗപ്രവേശനം ചെയ്യുന്നതിന് മുൻപേ ഈ ലോകത്ത് റാപ്ചറിന് ശേഷം ചില സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്കതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫറ്റിക്കൽ ഗ്യാപ്പ്, ഒരു പ്രവചന അടിസ്ഥാനത്തിലുള്ളൊരു ഇടവേളയുണ്ട് റാപ്ചറിനും 7 വർഷം തുടങ്ങുന്നതിനും ഇടയിൽ എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതൊരു പക്ഷേ മറ്റൊരു 7 വർഷമായിരിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഞാനതിന് തെളിവുകളായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ തന്നെ റാപ്ചറിന് ശേഷം 144,000 പേരെ ദൈവം മുദ്രയിടുകയാണ്. എന്തിനാണ് ഇവരെ മുദ്രയിടുന്നത്? 144,000 പേരെ കൊണ്ട് നിർത്തിവച്ചിരിക്കുന്ന ദൈവരാജ്യ സംബന്ധമായി ഒരു ശുശ്രൂഷ നിർവർത്തിക്കാനുള്ളത് കൊണ്ടാണ് അവരെ മുദ്രയിട്ട് വേർതിരിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24ന്റെ 14ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24ന്റെ 14ാം വാക്യം, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകത്തിൻ്റെ അറുതികൾ വരെ പ്രസംഗിക്കുവാൻ 12 പേരെ നിയമിച്ചെങ്കിലും ഈ 12 പേരുടെ ശുശ്രൂഷ, ചുരുക്കം പറഞ്ഞാൽ ജെറുസലേം വിട്ടുപോലും പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ പ്രതികൂല സാഹചര്യങ്ങൾ വന്നു. ദൈവം അവരെ യഹൂദൻ്റെ തിരസ്കരണം മൂലം ദൈവരാജ്യ പദ്ധതിക്ക് വിരാമം കുറിച്ചു. അപ്പോൾ അവിടെ മിസ്റ്ററി ഗോസ്പൽ ആരംഭിച്ചു. പൗലോസിലൂടെ മിസ്റ്ററി ഗോസ്പൽ ആരംഭിച്ചു. അത് റാപ്ചറോട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിർത്തിവെച്ചിരിക്കുന്ന ദൈവരാജ്യ സംബന്ധമായി ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അന്ന് ദൈവം 12 പേരെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഇവിടെ ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേരെ, അതായത് ഓരോ ഗോത്രത്തിലും നമുക്കത് വായിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 7ാം അധ്യായം അതിൻ്റെ 4 മുതൽ 8 വരെ വായിച്ചു കഴിഞ്ഞാൽ ഓരോ ഗോത്രത്തിൽ നിന്നും, അതായത് യഹൂദ ഗോത്രത്തിൽ നിന്ന്, റൂബൻ ഗോത്രത്തിൽ നിന്ന്, ഗാദ് ഗോത്രത്തിൽ നിന്ന്, ആശേർ, നഫ്താലി, മാനശെ, ശിമയോൻ, ലേവി, ഇസാഖർ, സെബുലൂൺ, യോസെഫ്, ബെന്യാമിൻ എന്നീ 12 ഗോത്രങ്ങളിൽ നിന്നും 12,000 പേരെ വെച്ച് അവരെ പ്രത്യേകമായി മുദ്രയിട്ട് ലോകം മുഴുവനും സുവിശേഷം അറിയിക്കുവാൻ, മത്തായി 24ന്റെ 14 പറയുന്നത് പോലെ രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികളോടും സാക്ഷ്യത്തിനായി പ്രസംഗിക്കപ്പെടും എന്നുള്ള വചനം നിവർത്തിക്കുവാൻ വേണ്ടി 12 പേർക്ക് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യം ഇവിടെ
12 പേർക്ക് പകരം 12,000 പേരെ വെച്ച് ഒരു ഗോത്രത്തിൽ നിന്ന് വിളിച്ച് 144,000 പേരെ വെച്ചുകൊണ്ട് ദൈവം ഈ ശുശ്രൂഷ ചെയ്യുകയാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവും പവറും അധികാരവും കൊടുത്ത് അവരെ എന്തെങ്കിലും ചെയ്യുവാൻ ഈ ലോകം തുനിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ദൈവത്തിൻ്റെ മുദ്രയുള്ളത് കൊണ്ട് ഈ ലോകത്തേക്ക് ദൈവം അയക്കുന്ന മറ്റുള്ള പീഡകളൊന്നും തന്നെ അവർ കേൾക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ 144,000 പേരുടെ ശുശ്രൂഷ നടക്കുകയാണ്. നമുക്കറിയാം, കൃപയുടെ സുവിശേഷം ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടികളോടും പൗലോസ് കൊലോസ് ലേഖനം 1:23 പ്രകാരം സകല സൃഷ്ടികളോടും ഇന്ന് പ്രസംഗിച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കും ആ ശുശ്രൂഷയിൽ പങ്കുള്ളത് കൊണ്ട് ഇന്ന് ലോകത്തുള്ള എല്ലാവരോടും ഈ കൃപയുടെ സുവിശേഷം പറയുവാൻ ഇങ്ങനെയുള്ള യൂട്യൂബ് മാധ്യമങ്ങളിലൂടെയൊക്കെയും ഈ സുവിശേഷം പ്രചരിക്കുകയാണ്. ആകാശത്തിന് കീഴിലുള്ള സകലരും ഇത് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുകയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. 144,000 പേരെ മുദ്രയിട്ടു. അവരുടെ ശുശ്രൂഷകൾ നിർവടിയായി നിവർത്തിക്കുകയാണ്. അപ്പോഴാണ് 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അവിടെ 7 ദൂതന്മാർ 7 ന്യായവിധിയും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാഹളവും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ ഈ 7-ാം മുദ്രയിലെ 7 കാഹളം പിടിച്ചിരിക്കുന്ന 7 ദൂതന്മാരും 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞു ഊതുമ്പോൾ ഓരോന്നും ഇവിടെ മുഴക്കുമ്പോൾ ഇവിടെ ചില സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്കതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഇവിടെ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ റാപ്ചറിന് ശേഷം മഹാപീഡ ആരംഭിക്കുന്നതിന് മുൻപ് ദൈവം ഈ ലോകത്തോട് 144,000 പേരിലൂടെ സുവിശേഷം അറിയിക്കുകയും അപ്പോൾ തന്നെ ഈ ലോകത്ത് ഒന്നിനു പുറകെ ഒന്നൊന്നായി ചില അനർത്ഥങ്ങളും ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ഇത് എതിർ ക്രിസ്തുവല്ല ചെയ്യുന്നത്, മറിച്ചത് ദൈവം തന്നെ നേരിട്ട് ഈ ജനം മുഴുവനും, അതായത് റാപ്ചറിന് ശേഷം ശേഷിക്കപ്പെട്ട ജനത്തെ വീണ്ടും ദൈവത്തിലേക്ക്, കാരുണ്യവാനായ ദൈവം രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ ഈ സത്യദൈവത്തെ മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ഈ ഭൂമിയിൽ ചില പീഡാകാലങ്ങൾ അയക്കുകയാണ്, അല്ലെങ്കിൽ ചില ന്യായവിധികളെ അയക്കുകയാണ്. ഇത് ദൈവമാണ് ചെയ്യുന്നത്. അപ്പോൾ 7-ാം മുദ്രയിലെ 7 ദൂതന്മാർ 7 കാഹളവും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1-ാമത്തവൻ ഊതുന്നു. നമുക്ക് അതൊന്ന് ക്രമമായി ചിന്തിക്കുമ്പോൾ ഇവർ ഓരോ ദൂതന്മാരും കാഹളം മുഴക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചുരുക്കമായി ഞാൻ പറഞ്ഞുതരാം. വെളിപ്പാട് പുസ്തകം 8:1 7-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ 7 ദൂതന്മാർ കാഹളവുമായി നിൽക്കുകയാണ്. 1-ാമത്തവൻ ഊതുന്നു 8:7. അപ്പോൾ ഇവിടെ കാണുകയാണ് കന്മഴയും തീയും ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 2-ാമത്തെ ദൂതൻ ഊതുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 8-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. മലയുടെ അത്രയും വലിപ്പമുള്ള ഒരു തീപ്പന്തം അത് കടലിന്മേൽ വീഴുകയാണ്. 1/3 ജലജീവികൾ ചത്തുപോകും, 1/3 കപ്പലുകൾ നശിച്ചു പോകുന്ന ഒരു ന്യായവിധി ഈ ലോകത്ത് വരും. ഇപ്പോൾ നമുക്കറിയാം, വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി. അതിൻ്റെ ഭീകരത എന്തെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 4 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം ആളുകൾ മറക്കും, പുതിയ കാര്യങ്ങളിലേക്കും എൻ്റർടൈൻമെൻറ്റിലേക്കും ഒക്കെ തിരിയും. എന്നിട്ട് പറയും, നമ്മൾ നേടിയിരിക്കുന്നു, നമ്മളത് അതിജീവിച്ചിരിക്കുന്നു, നമ്മൾ ഇതും അതിജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ലോകം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് 2018 വെള്ളപ്പൊക്കം തുടങ്ങി നമ്മൾ കാണുന്നത്. ഇതിൽ നിന്നൊന്നും മനുഷ്യൻ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു രസകരമായൊരു സംഭവം. എന്നാൽ ഇവിടെ ഈ സംഭവങ്ങളിലൂടെ ചിലതൊക്കെയും പഠിപ്പിക്കുവാൻ വേണ്ടി വീണ്ടും ദൈവം ഈ കഷ്ടത അയക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 8:10 റാപ്ചറിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുകയാണ് വെളിപ്പാട് 8:10 നദികളിലും നീരുറവുകളിലും ദൈവം അടുത്തൊരു ന്യായവിധി അയക്കുകയാണ്. അവിടുത്തെ വെള്ളം മുഴുവനും കയ്പായി തീരുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് മനുഷ്യർക്ക് കുടിക്കാൻ കഴിയുന്നില്ല, കുടിക്കുന്ന പലരും മരിച്ചു പോവുകയാണ് എന്നൊക്കെയാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ന്യായവിധിക്ക് ശേഷം 8:12 വാക്യത്തിൽ പറയുകയാണ്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം 1/3 ബാധ തട്ടുന്ന രീതിയിലുള്ള അടുത്ത ഒരു ഇടപെടൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. എന്നിട്ട് 9:6 പറയുകയാണ്, മനുഷ്യൻ മരണം കൊതിക്കുന്നൊരവസ്ഥയിലേക്ക് ഈ ഭൂമിയിലെ സിറ്റുവേഷൻ മാറ്റപ്പെടാൻ പോവുകയാണ്. തന്നെയുമല്ല 9:10 വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ തേള് കുത്തുന്നത് പോലെയുള്ള വേദനയുള്ള വെട്ടുകിളികൾ 5 മാസം ഈ ലോകത്തെ മനുഷ്യരെ പീഡിപ്പിക്കുവാനിടയായിത്തീരും. മനസ്സിലായോ? 5-ാമത്തെ ദൂതൻ ഊതുമ്പോൾ. അപ്പം അങ്ങനെ ഇതെല്ലാം ദൈവം അയക്കുന്നത് മനുഷ്യൻ മടങ്ങി വരുവാനുള്ള ആഹ്വാനത്തിന് വേണ്ടിയാണ്. നമുക്കതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതായത് 7-ാമത്തെ മുദ്രയിലെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു, 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 7 ദൂതന്മാർ 7 കാഹളവും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-ാമത്തെ ദൂതൻ ഊതുന്നു, 2-ാമത്തവൻ, 3-ാമത്തവൻ, 4-ാമത്തവൻ, ഇങ്ങനെ ഓരോ ദൂതന്മാരും ഊതുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യന് ഇരിക്കപ്രതിയില്ലാത്ത രീതിയിൽ
ജീവിക്കുവാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ട് മനുഷ്യൻ മരണം കൊതിക്കുന്ന ഒരു സാഹചര്യം ദൈവം സൃഷ്ടിക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്? ഇതെല്ലാം ദൈവം ചെയ്യുന്നതാണ്, എതിർ ക്രിസ്തുവിൻ്റെ പീഡയൊന്നുമല്ല. കാരണം എതിർ ക്രിസ്തു ഇവിടെ ഒന്നും രംഗപ്രവേശം ചെയ്തിട്ടില്ല. അത് നമ്മൾ ചിന്തിക്കും. ഞാൻ പറഞ്ഞുവല്ലോ, എതിർ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ 7 വർഷത്തെ പീഡയ്ക്കും റാപ്ചറിനും ഇടയിൽ ദൈവം ഈ ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നമ്മളിന്ന് ചിന്തിക്കുന്നത് 6-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ മാത്രം നമുക്കിത് ചിന്തിച്ച് പിന്നീട് ആവശ്യമെങ്കിൽ നമുക്ക് കൂടുതൽ എപ്പിസോഡുകൾ ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത്രത്തോളം ന്യായവിധികൾ അയക്കുമ്പോൾ ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആമോസിൻ്റെ പ്രവാചക പുസ്തകം ആമോസ് 4-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിങ്ങളെ വെൺകതിർ കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും ശിക്ഷിച്ചു. നിങ്ങളുടെ തോട്ടങ്ങളെയും മുന്തിരിപ്പറമ്പുകളെയും അത്തിവൃക്ഷങ്ങളെയും ഒലിവു മരങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നുകളഞ്ഞു. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. മിസ്രൈമിൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ചു. നിങ്ങളുടെ യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്നു. നിങ്ങളുടെ കുതിരകളെ പിടിച്ചുകൊണ്ടുപോയി. നിങ്ങളുടെ പാളയങ്ങളിലെ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറ്റുമാറാക്കി. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്കു തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമോസിൻ്റെ പ്രവാചക പുസ്തകത്തിൽ 4-ാം അധ്യായം വായിക്കുമ്പോൾ 4 തരത്തിലുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ട് പറയുകയാണ്. ഞാൻ നിങ്ങളുടെ ഒറ്റവരെയും ഉടയവരെയും കൊല്ലുമാറാക്കി, നിങ്ങളുടെ യുവാക്കൾ മരിക്കുമാറാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ വെട്ടുകിളി വന്നതെല്ലാം നശിപ്പിക്കുമാറാക്കി, അല്ലെങ്കിൽ പല അനർത്ഥങ്ങളും നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ അയച്ചു. എന്നിട്ട് ദൈവം പറയുകയാണ്, ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ദൈവത്തിനുള്ളത്. അപ്പോൾ ഈ അനർത്ഥങ്ങളും കഷ്ടതകളും ഉരുൾപൊട്ടലുകളും ഭൂകമ്പവും സുനാമിയും ഒക്കെ അടിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? മനുഷ്യ, നിന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്തൊരു കാര്യത്തിൻ്റെ നടുവിലാണ് നീ ജീവിക്കുന്നത്. നിനക്ക് ദൈവത്തെ കൂടാതെ ജീവിക്കുവാനോ മുന്നോട്ട് പോകുവാനോ കഴിയില്ല. അതുകൊണ്ട് നിന്റെ സ്രഷ്ടാവായ ദൈവത്തെ അറിഞ്ഞുകൊള്ളുക എന്നുള്ളൊരു ആഹ്വാനമാണ് ഈ ദൂതന്മാർ ഊതുമ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്ന കഷ്ടതകൾ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നതും ഈ ജനം ദൈവത്തിലേക്ക് തിരിയുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം 9-ന്റെ 20-ഉം 21-ഉം വാക്യം. ഈ ബാധകളാൽ മരിച്ചു പോകാതെ ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾപ്പാനും നടപ്പാനും വകിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. പ്രിയമുള്ളവരെ, ഒരു വെള്ളപ്പൊക്കം വന്നാൽ എല്ലാവരും നന്നാകുമെന്നാണ് നമ്മൾ കരുതിയത്. അത് അവിടെ തെറ്റി. ഒരു ഉരുൾ പൊട്ടിയാൽ നമ്മളെല്ലാവരും നന്നാകുമെന്നാണ് ചിന്തിച്ചത്. അവിടെയും തെറ്റി. ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയും നന്നാവുമെന്നാണ് നമ്മൾ ചിന്തിച്ചത്. അവിടെയും തെറ്റി. ഇവിടെ നന്നാവാനുള്ളവർ നന്നാവുകയും റാപ്ചറായി പോവുകയും ചെയ്യും. എന്നാൽ നന്നാവാതെ ശേഷിക്കുന്നവരെ വീണ്ടും നന്നാക്കുവാൻ ദൈവം എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഭൂമിയിലെ 1/3 സൂര്യനിലും ചന്ദ്രനിലും 1/3 ഇവിടെ കടലിലുള്ള 1/3 ജീവികളെ കൊന്നുകളയുന്നു. അപ്പോൾ തന്നെ 1/3 കപ്പലുകളെ നശിപ്പിച്ച് കളയുന്നു. ഇനി ഒരു ചെറിയ ഉരുൾപൊട്ടലൊന്നുമല്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. വലിയ നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജലാശയങ്ങൾ മുഴുവനും കയ്പായി തീരുന്ന ഒരു ന്യായവിധി. ഈ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ റാപ്ചർ കഴിഞ്ഞ് ഉടനെ ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളാണ് ഞാൻ പറയുവാനിടയായിത്തീർന്നത്. മനുഷ്യന് ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ മനുഷ്യൻ മരണം കൊതിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനി കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അന്നത്തെ ജനം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകം 9-ന്റെ 20-ഉം 21-ഉം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുകയാണ്, ഈ ബാധകളാലൊക്കെ മരിച്ചു പോകാതെ ശേഷിച്ചവർ എന്ന് പറഞ്ഞാൽ 3-ാം ലോക മഹായുദ്ധം അടക്കം നടക്കുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് എന്ത് സംഭവിക്കുകയാണ്? ഈ ജനം, ശേഷിച്ചിരിക്കുന്ന ജനം ഇതൊക്കെ കണ്ടിട്ട് ദൈവത്തെ വിളിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, ഇവിടെ ചെമ്പുകൊണ്ടും കല്ലുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഭൂതങ്ങളെയും കാണാനോ കേൾക്കാനോ കഴിയില്ലാത്ത വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ച് ദൈവമല്ലാത്തതിനെ ആരാധിച്ചും ദൈവത്തെ ദുഷിച്ചും മാനസാന്തരപ്പെടാതെ മുന്നോട്ട് പോകുന്ന ഒരു ജനത്തെയാണ് ഇവിടെ കാണുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇത്രയും സംഭവങ്ങൾ ഒന്നും സംഭവിച്ചിട്ടും ആളുകൾ മനം തിരിയുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം അനുഭവിച്ച് കുറേ പേർ മരിച്ചു പോകും. 5 മാസക്കാലം നമ്മുടെ നാട്ടിൽ കൊറോണയൊക്കെയും ലോകം മുഴുവനും വന്നതുപോലെ 5 മാസക്കാലം തേളുകുത്തുന്നത് പോലെ വേദനയുള്ള വെട്ടുകിളി ശല്യം ഈ ഭൂമിയിലുണ്ടാകും. ഇതിൻ്റെ കുത്തെല്ലാം കൊണ്ടാലും നന്നാവുകയില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നന്നാവാൻ ആഗ്രഹിക്കുന്നവർ കർത്താവിൻ്റെ വരവിന് മുൻപ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെയുള്ള രക്ഷ ഏറ്റെടുത്ത് നന്നായിക്കൊള്ളുക. കർത്താവിൻ്റെ റാപ്ചറിൽ എടുക്കപ്പെട്ട് ആ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നിന്നുകൊണ്ട് പ്രതിഫലങ്ങളെ വാങ്ങിക്കൊള്ളുക. ഏറ്റവും വലിയ രക്ഷാമാർഗം ദൈവം ഒരുക്കിയിരിക്കുകയാണ്.
റാപ്ചർ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങൾ വളരെ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം നമ്മൾ 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ 3-ാം ലോക മഹായുദ്ധത്തിനൊടുവിൽ ഇന്ന് നമുക്കറിയാം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ഇസ്രായേലിൻ്റെ ചുറ്റും ബദ്ധവൈരികളായി കിടക്കുന്ന 22ഓളം അറബ് രാജ്യങ്ങൾ അവരെ നാമാവശേഷമാക്കുവാൻ 5-6 യുദ്ധങ്ങൾ നടത്തിയിട്ടും ഇസ്രായേലിനെ തൊടുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഇവിടെ നടക്കുന്ന റാപ്ചറിന് ശേഷം 9-ാം അധ്യായത്തിൻ്റെ 15-ാം അധ്യായത്തിൽ 13 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം നടക്കും. നമുക്കറിയാം പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഇതൊന്നും ഈറ്റുനോവ് ആയിട്ടില്ല, ഇതിനൊക്കെ വെറും ആരംഭം മാത്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇനി റാപ്ചറിന് ശേഷം ഈ ഭൂമിയിൽ ഇത്രത്തോളം ന്യായവിധികൾ ദൈവം അയക്കുമ്പോൾ, ജീവിതം പൊറുതിമുട്ടുമ്പോൾ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ആഹ്വാനം ചെയ്യുമ്പോൾ ഇതൊന്നും സ്വീകരിക്കാതിരിക്കുന്ന ഒരു ജനം, ഈ 3-ാം ലോക മഹായുദ്ധം, ഈ യുദ്ധത്തിൻ്റെ കാരണം എന്തായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം, ഇസ്രായേലിൻ്റെ ആലയത്തോടുള്ള ബന്ധത്തിലുള്ള പ്രശ്നം, ഇതൊരു 3-ാം ലോക മഹായുദ്ധമായി തീരും. എന്നാൽ ഈ ലോക മഹായുദ്ധത്തിൽ ജയം ഇസ്രായേലിനോട് കൂടെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കാരണം ഇസ്രായേലിനെതിരെ കൂടി വരുന്ന ഈ ജനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇസ്രായേൽ ഇവിടെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ ജയിച്ച് 11-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ അവർ ഒരു ആലയം പണിതിരിക്കും എന്നുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവർ വളരെ ശ്രദ്ധിക്കണമേ. ഇന്ന് ഇസ്രായേലിന് ഒരു ആലയം പണിയുവാൻ കഴിയാതെ തടസ്സമായി അവർക്കിടെ ദൈവം കൊടുത്തിരിക്കുന്ന ആ ആലയം പണിയാൻ കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് എന്താണോ ഇന്ന് തടസ്സമായിരിക്കുന്നത് അത് തകർക്കപ്പെട്ട് അവിടെ ഇസ്രായേലിൻ്റെ ഒരു ആലയം സ്ഥാപിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് 10-ാം അധ്യായത്തിൽ വെളിപ്പാടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 3-ാം ലോക മഹായുദ്ധത്തിൽ ജയം ഇസ്രായേലിനോടൊപ്പമായിരിക്കും. അതിനുശേഷം അവിടെ ഒരു ആലയം പണിയും. ആ ആലയം പണിയുന്നത് വരെയുള്ള കാര്യങ്ങളാണ് 10-ാം അധ്യായം വരെയുള്ള കാര്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ആ 11-ാം അധ്യായം വെളിപ്പാട് 11-ൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ദണ്ട് പോലെയുള്ളൊരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി, കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ഇന്ന് ഇസ്രായേലിൻ്റെ ഒരു ആലയമില്ല. എന്നാൽ ഇവിടെ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ പറയുകയാണ്. അവിടെ ആലയം പണിത് വന്നതുകൊണ്ടാണ് 10-ാം അധ്യായത്തിൽ ശക്തനായൊരു ദൂതൻ്റെ സഹായത്തോടു കൂടെ സ്വർഗത്തിൽ നിന്നും ദൈവം വലിയൊരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടെ ചില രാഷ്ട്രീയ ഇടപെടലൊക്കെ സംഭവിച്ചുകൊണ്ട് ഒരു ഏകദേശം ഒരു ഉടമ്പടിയൊക്കെ വെച്ചുകൊണ്ട് ഇസ്രായേൽ അവിടെ ഈ ജയത്തെ തുടർന്നൊരു ആലയം പണിയും എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ഉൽപ്രാവണ ശേഷം പീഡാകാലം ആരംഭിക്കുന്നത് വരെ അവിടെ ഒരു പ്രൊഫറ്റിക്കൽ ഗ്യാപ്പ് ഉണ്ട്. 7 വർഷം എന്ന് പറഞ്ഞാൽ ഇന്ന് റാപ്ചറായി കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 വർഷം കഴിഞ്ഞിട്ടാണ് യഹൂദൻ്റെ കൃത്യമായിട്ടുള്ള 70-ാം ആഴ്ച ഇവിടെ സംഭവിക്കുന്നത്. അത് 7 വർഷമായിരിക്കുമെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു വചനം ഒന്ന് വായിക്കാം. അതായത് ഉൽപ്പത്തി പുസ്തകം ഒന്ന് എടുക്കണം. കാരണം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 40-ാം അധ്യായത്തിലേക്ക് കടന്നു വരണം. ഇതെങ്ങനെയാണ് ഈ പ്രൊഫറ്റിക്കൽ ഗ്യാപ്പ് ഒരു 7 വർഷമായിരിക്കാം, അല്ലെങ്കിൽ റാപ്ചറിനും പീഡാകാലം തുടങ്ങുന്നതിനും ഇടയിലുള്ള ഈ സംഭവങ്ങളൊക്കെ ദൈവം ചെയ്യുമ്പോൾ അത് ദൈവമാണ് ചെയ്യുന്നത്, എതിർക്രിസ്തു ഒന്നുമല്ല അവിടെ ചെയ്യുന്നത്. കാരണം എതിർക്രിസ്തു രംഗപ്രവേശം ചെയ്തിട്ടില്ല അതുവരെ. അതുകൊണ്ട് ദൈവം ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഉൽപ്പത്തി പുസ്തകം 41-ന്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ യോസെഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ, താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശു 7 സംവത്സരം, നല്ല കതിരും 7 സംവത്സരം, സ്വപ്നം ഒന്ന് തന്നെ. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ചുരുക്കം പറയുകയാണ്. അതായത് ജോസഫിൻ്റെ കാലത്ത് ഒരു സ്വപ്ന ദർശനം കണ്ടപ്പോൾ അത് വ്യാഖ്യാനിച്ചു കൊടുത്ത് 7 വർഷം നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധമായിട്ടുള്ള വർഷമായിരിക്കും, എന്നാൽ 7 വർഷം തുടർന്നുള്ള 7 വർഷം വളരെ കഷ്ടതയുടെ സംവത്സരമായിരിക്കും എന്നുള്ളത് ഇവിടെ പറയുകയാണ്. ഈ ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ഉൽപ്രാവണം കഴിഞ്ഞ് ഒരു 7 വർഷക്കാലം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ലോകത്തോടുള്ള ബന്ധത്തിലും തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട് 144,000 പേരെ ഈ ലോകത്തിൽ ഇറക്കിക്കൊണ്ട് ദൈവം സുവിശേഷീകരണം നടത്തുകയാണ്. 7 വർഷം സമ്പന്നതയുടെ സുവിശേഷം ഈ 144,000 പേര് ഈ ലോകത്തോട് വിളിച്ചു പറയും. മത്തായി 24:14 പറയുന്നത് പോലുള്ള സംഭവങ്ങൾ ഈ ലോകത്തെ മുഴുവനും കർത്താവിൻ്റെ സുവിശേഷം രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു, ദൈവരാജ്യം വരുന്നു എന്ന് പറഞ്ഞുള്ള ആഹ്വാനം വീണ്ടും ഈ ലോകത്തോട് പറയും. എന്നാൽ ഈ ലോകം ഇത് കേട്ടിട്ട് മനസ്സാന്തരപ്പെടുത്തില്ല.
ഇത്രയും നല്ല സമ്പൽ സമ്പുഷ്ടമായ ഈ 7 പശുക്കൾ, കൊഴുത്ത പശുക്കളെ പോലുള്ള 7 വർഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും വചനങ്ങളെ പറഞ്ഞു കൊടുത്തിട്ടും ഇവർ നന്നായില്ല. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് എന്താണ്? 7 ശോഷിച്ച പശുക്കളെ പോലെ, അല്ലെങ്കിൽ കഷ്ടത നിറഞ്ഞ ഒരു തരത്തിലും നിവൃത്തിയില്ലാത്തൊരു സ്റ്റേജിലേക്ക് ഇനി പോവുകയാണ്. അപ്പോൾ 7 വർഷം സമ്പൽ സമൃദ്ധി എന്ന് പറഞ്ഞാൽ റാപ്ചർ കഴിഞ്ഞാൽ 7 വർഷം ഇവിടെ 144,000 പേരുടെ വചന ശുശ്രൂഷകളുണ്ട്. എന്നാൽ അതിനുശേഷം ഇവരെ ദൈവം എടുത്തു മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങാൻ പോകുന്നത് എന്താണ്? ഇവിടെ 7 വർഷത്തിന് മഹാപീഠ ആരംഭിക്കും. അതിന് തൊട്ട് മുൻപായിട്ട് ആലയം അവിടെ പണിയും. ആ ആലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് 2 പ്രവാചകന്മാർ പ്രവചിക്കുന്നത് മുതലാണ് 7 വർഷം ആരംഭിക്കുന്നത്. 7 വർഷം, അതിൽ 42 മാസം ഇവർ ശുശ്രൂഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. തുടർന്ന് 42 മാസം എതിർ ക്രിസ്തു അവിടെ ഭരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ 3 വർഷം തുടങ്ങുന്നത് 11-ാം അധ്യായത്തിൽ കാണുന്ന 2 സാക്ഷികൾ എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു അതിനുശേഷമാണ് 7 വർഷം സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ ആ 7 വർഷത്തെ പീഡാകാലത്തിന് മുൻപ്, റാപ്ചറിനും പീഡാകാലത്തിനും ഇടയിൽ ഒരു ചുരുങ്ങിയതൊരു 7 വർഷമെങ്കിലും ഇടവേളയുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം ഇപ്പോൾ നമ്മൾ ചിന്തിച്ച ഈ ചിന്തകളൊക്കെ ഒന്ന് കൂട്ടിയണക്കി കഴിയുമ്പോൾ റാപ്ചറിന് ശേഷം 144,000 പേരെ മുദ്രയിടണം. 7 കാഹളമുള്ള 7 ദൂതന്മാരുടെ ശുശ്രൂഷ ഇവിടെ നടക്കണം. അതിനുശേഷം ഈ ഭൂമിയിൽ പല അനർത്ഥങ്ങൾ, അല്ലെ, കടലിന്മേൽ, സൂര്യന്മേൽ, ഭൂമിമേലൊക്കെയും 1/3 തകർത്തുകൊണ്ട് മനുഷ്യൻ മരണം കൊതിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചുകൊണ്ട് 3-ാം ലോക മഹായുദ്ധം നടത്തി ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ജയിച്ച് ഒരു ആലയം പണിയുന്ന ഇത്രയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ റാപ്ചർ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പീഡാകാലം ആരംഭിച്ചാൽ ശരിയാവുകയില്ല. അപ്പോൾ തന്നെ പീഡാകാലം ആരംഭിക്കുന്നതിന് മുൻപേ ഇങ്ങനെ ഒരു പ്രൊഫറ്റിക്കൽ ഗ്യാപ്പ് 7 വർഷമായിരിക്കാം അത് ചുരുങ്ങിയതെന്ന് നമുക്ക് വചനാടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ കഴിയും. 7 വർഷം അല്ലെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം 144,000 പേര് ലോകം മുഴുവനും സുവിശേഷം അറിയിക്കണം. അപ്പോൾ തന്നെ ഈ തുടർന്നുള്ള ദൈവം അയക്കുന്ന ന്യായവിധികൾ ഭൂമിയിൽ സംഭവിക്കണം. അപ്പോൾ തന്നെ 13 മാസത്തെ നീണ്ടു നിൽക്കുന്ന ഒരു ലോക മഹായുദ്ധം നടക്കണം. അതിൽ 1/3 ജനങ്ങൾ മരിച്ചു പോകണം. യഹൂദന്റെ ആലയം പണിയണം. ഇതെല്ലാം കഴിഞ്ഞിട്ടേ 7 വർഷത്തിൻ്റെ ആരംഭമായ 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ എന്നുള്ള വസ്തുത മനസ്സിലാക്കുമ്പോഴാണ് ഇവിടെ പ്രൊഫറ്റിക്കൽ ഗ്യാപ്പ് ഉണ്ട്. അതാണ് ഈ 8-ാം അധ്യായവും 9-ഉം 10-ഉം അധ്യായങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ റാപ്ചർ കഴിഞ്ഞാൽ ഉടൻ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യനും ജീവിക്കുവാൻ സുഖമായി നിൽക്കുന്നൊരു സമയമല്ല, വളരെ കഷ്ടതയുടെ സമയമാണ്. അത് കഴിഞ്ഞാൽ പീഡാകാലം എന്ന് പറയുന്നൊരു സമയമുണ്ട്. അവിടെയും അതിലും കഷ്ടത നിറഞ്ഞ ചില സമയങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവർ, ഒരു കാര്യം മനസ്സിലാക്കുക. കർത്താവായ യേശു ക്രിസ്തു ഇന്ന് രക്ഷയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന കൃപയുടെ സുവിശേഷം വിശ്വസിച്ച് റാപ്ചറിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. തുടർന്നുള്ള വിഷയങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചിന്തിക്കാം. ഈ ക്ലാസ് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.